നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ് കൂട്ടുകാരെ, ചിന്തിക്കാനും ചിരിക്കാനുമുള്ള സമയം. വെൽക്കം ടു ജീസസ് കിഡ്സ്. കണ്ണിനും കാതിനും ഇമ്പവും നർമ്മവുമാകുന്ന കാഴ്ച കാട്ടിലെ കൂട്ടുകാർ. പർച്ചേസിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ആകെ ആവശ്യതയായിരിക്കും. അത് നേരാ. എത്ര ദൂരമാ നടക്കാനുള്ളത്? ഈ വഴിക്കുള്ള ബസ്സും ഇല്ലാണ്ടായി. ആകെയുള്ളൊരു ആശ്വാസം ഗ്രീൻ മാളിൽ കാണുന്ന മനോഹര ദൃശ്യങ്ങളാണ്. കോവർ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. മനസ്സിനെ ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകളാ അത്. എന്നാലും ഇവിടെ വന്നിട്ട് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നല്ലതല്ലെന്നാ കേട്ടത്. അതെന്താണാവോ? ഈ സിറ്റിയിൽ ശുദ്ധജലം കിട്ടാൻ ഭയങ്കര പാടാണെന്നാ കേട്ടത്. അതെ അതെ, പല ഹോട്ടലുകളിലും അഴുക്കുജലം ഉപയോഗിച്ചാ ഭക്ഷണം വരെ പാകം ചെയ്യുന്നത്. നമ്മൾ പല ആളുകളും വീട്ടിൽ ആഹാരം വെക്കാതെ രാത്രികാലങ്ങളിൽ സിറ്റിയിൽ പോയി ഫുഡ് വാങ്ങുന്നു, കഴിക്കുന്നു. അറിയാമോ? പല വീടുകളിലും പലർക്കും ഒന്നിനും നേരമില്ലെന്നേ. പറഞ്ഞത് ശരിയായിട്ടാ. ഫുഡ് ഐറ്റംസ് വീട്ടിലെത്തിക്കുന്ന കാറ്ററിംഗ് സർവീസ് ഇഷ്ടം പോലെ ഇപ്പോ. അതെ അതെ, നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമുക്ക് വീട്ടിലെത്തിച്ചു തരുന്നേ. ഇത് കണ്ട, ഇത് കൊണ്ടുപോയി പാകം ചെയ്ത് കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. തീർച്ചയായും നല്ല മായം കലരാത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ വീട്ടില് സ്വന്തം പാകം ചെയ്ത് കഴിക്കണം. എനിക്ക് അല്പം ധൃതിയുണ്ട്. എവിടുന്നാ പപ്പീസ് വരുന്നേ? ഞാനേ ഹണി പ്ലാസയിൽ നിന്ന് വരികയാ. ഇത് കുശാലായ ഭക്ഷണം കഴിക്കാനായിരിക്കും. ഞാനോ ഹോട്ടലിൽ നിന്നോ ഭക്ഷണം കഴിക്കണോ? പിന്നെന്താ ഇത്? ഭക്ഷണം അവരെ എന്നും വീട്ടിലെത്തിച്ചിരുന്നതാ, ഇന്ന് വന്നില്ല. എന്നോടാ കളി. ഞാൻ പോയി 2 വഴക്ക് പറഞ്ഞപ്പോൾ കണ്ടോ, ഇന്നത്തെ ഫുഡ് ഫ്രീ. ഇന്ന് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം. പിന്നെ എനിക്ക് വീട്ടിലെ ഫുഡൊന്നും പിടിക്കത്തില്ല കേട്ടോ. വീട്ടിൽ വഴക്കൊന്നും പറയില്ലേ? എന്നെയോ വഴക്കോ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? വഴക്ക് പറയുമ്പോഴും വഴക്ക്. മനസ്സിലാവില്ലേ? വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് എത്ര വലിയ തെറ്റ്. എന്താ ടേസ്റ്റ്! കൊള്ളാം. ഇതൊക്കെ എങ്ങനെ വീട്ടിലുണ്ടാക്കാനാ? അയ്യോ അമ്മ കാണണ്ട. അമ്മേ മോനെ, പപ്പീസേ, ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ? അത് പിന്നെ ഞാന് അമ്പസാറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. കൊറേ ദിവസമായല്ലോ അവിടുന്ന് കഴിച്ചു ഇവിടുന്ന് കഴിച്ചു എന്നൊക്കെ പറയുന്നത്. എവിടുന്നായാലും കഴിച്ചാൽ പോരെ ഫുഡ്. അതല്ല മോനെ, അമ്മ ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം പിന്നെ ആര് കഴിക്കും? അമ്മ ഉണ്ടാക്കുന്നത് ചോറും കറിയല്ലേ? ആർക്ക് വേണം ഈ ചോറും കറിയൊക്കെ? അമ്മ വല്ല ചിക്കൻ ബിരിയാണിയോ ചിക്കൻ ഫ്രൈയോ ഒക്കെ ഉണ്ടാക്ക്. എന്താ മോനെ ഇത് ഇങ്ങനൊക്കെ പറയുന്നത്? ഭക്ഷണം കഴിക്കണം പോലും, വായിൽ വെക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിക്കണം പോലും എന്നെ പെട്ട് പറ്റത്തില്ല. മോനെ പപ്പീസേ, അത് ശരി. സാറേ, ഞാൻ പറഞ്ഞില്ലേ, അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയപ്പോഴാ കാര്യം മനസ്സിലായത്. പപ്പീസ് എന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി.
പപ്പീസ് നുണ പറഞ്ഞതാ സാറേ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം അവൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പൊ അതാണ് കാര്യം. ഫാസ്റ്റ് ഫുഡ് ടേസ്റ്റ്. ഞാനൊന്ന് അവനെ കാണട്ടെ. ശരി സാറേ, എങ്കിൽ ഞാൻ പോട്ടെ. പിന്നെ പപ്പീസ് നല്ലപോലെ പഠിച്ചിരുന്നതാ. ഇപ്പൊ കുറച്ച് ഉഴപ്പാണ്. ഓ, ഞാൻ പറഞ്ഞു മടുത്തു. എന്തൊരു കഷ്ടായത്. പാവം. വാവാ മനോരഞ്ജനി സുരംഗിനി, വാവാ മനോരഞ്ജനി. വായാണ് അക്ഷരം. വാല് തുടങ്ങണം. ഈ അന്താക്ഷരി ബോറടിച്ചു. ഇനി നമുക്ക് വേറെന്തെങ്കിലും കളി കളിക്കാം. നമ്പർ എണ്ണി കളിച്ചാലോ? ഓക്കേ. ഏറ്റവും വേഗത്തിൽ നമ്പർ തെറ്റാതെ പറയണം. അതാണ് കളി. അത്രേ ഉള്ളൂ. അത് ഞാൻ എന്തായാലും പപ്പീസ് ജയിച്ചു. പപ്പീസിന് മെമ്മറി പവർ കൂടുതലല്ലേ? അങ്ങനെ പറ. എങ്കിലേ 2 അക്ക സംഖ്യ ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തില് പറയണം. ഇത്രയുള്ള കാര്യം ഞാൻ പറയാം. വെരി ഈസി. ഞാൻ ആദ്യം പറയാം. എങ്കിലും കപിൽ ആദ്യം പറ. ശരി. ഓക്കെ, കപില് പറഞ്ഞോളൂ. ആര് പറഞ്ഞാലും എന്റെ അടുത്ത് എത്തുമെന്ന് തോന്നുന്നില്ല ഈ കളിയിൽ ജയിക്കാൻ. ജയിക്കുന്ന ആൾക്ക് എന്റെ വക ഒരു ഐസ്ക്രീം. ഐസ്ക്രീമോ? ആർക്ക് വേണം ഈ ഐസ്ക്രീം? പിന്നെയോ എന്താ വേണ്ടേ? എനിക്ക് ഒരു 10 പാക്കറ്റ് ഗ്രീൻലെസ് ബിസ്ക്കറ്റ്. എന്ത്? ഗ്രീൻലെസ് ബിസ്ക്കറ്റോ? അതൊന്നും കഴിക്കാൻ പാടില്ല. അതിലൊക്കെ നിറയെ വിഷപദാർത്ഥങ്ങൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഗെയിമിൽ ഞാൻ ജയിക്കും. അപ്പോ കഴിക്കുന്നത് ഞാനല്ലേ, എനിക്ക് കുഴപ്പമില്ലെങ്കിലോ? ശരി. എങ്കിലും എണ്ണിക്കോ കപിലേ. എണ്ണിക്കോ. തുടങ്ങിക്കോ. വരട്ടെ. 2, 4, 6, 8, 12, 18, 20, 22, 24, 26. പപ്പീസ് പിടിച്ചോ. 1, 4, 6, 8, 10, 12, 14, 16, 18, 20, 24. എനിക്ക് ഒരു പ്രാവശ്യം കൂടി തരണം. എന്റെ കോൺസെൻട്രേഷൻ പോയി. തെറ്റിയതല്ലേ? 2, 4, 6, 8, 10, 12, 18, 20, 40, 80, 42, 42, 46, ഓർമ്മ വരുന്നില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ കൂറ കളിക്ക് ഞാനില്ല. ഞാൻ എന്റെ കാര്യം നോക്കി പോവാ. എന്താ ഇതെന്ത് പറ്റി? പപ്പീസ് മനഃപൂർവ്വം തെറ്റിച്ചതാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പപ്പീസിന് എന്തോ പറ്റിയിട്ടുണ്ട്. അത് നേരാ. എന്തോ ഒരു മറവി രോഗം പോലെ. മറന്നുപോയ പോലെ. എന്റെ വമ്പൻ സാറേ, പപ്പീസിന്റെ മനസ്സിൽ ഒന്നും നിൽക്കുന്നില്ല. പഴയ കാര്യങ്ങള് ഒന്നും ഓർമ്മയില്ല. പഠിച്ചതൊക്കെ മറന്നു പോവാ. അതാ ഞാൻ പറഞ്ഞത്. പഠനത്തിൽ വളരെ പുറകോട്ടായി പപ്പീസ്. പരീക്ഷയിൽ പല വിഷയങ്ങളിലും പപ്പീസ് തോറ്റു. സാറേ, ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? കരയാതെ പപ്പീസ്, നമുക്ക് കരയാതിരിക്കൂ. എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ നമുക്ക് കാണാം. എന്റെ മോന്, ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു പ്രശ്നം അവന് പറ്റിയിട്ടുണ്ട്. നമുക്കത് ശരിയാക്കാമെന്നേ. പപ്പീസിന്റെ അമ്മ ധൈര്യമായിട്ട് ചെല്ലേ. ശരി സാറേ. എന്റെ മോൻ. അയ്യോ ഈശ്വര, നേരം വൈകിയല്ലോ. വമ്പൻ സാറിന്റെ വഴക്ക് കേൾക്കേണ്ടി വരുന്നുള്ളത് ഉറപ്പാ. മറ്റുള്ളവരൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ നേരം വൈകിയതുകൊണ്ടായിരിക്കും. അവരൊക്കെ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും. എങ്ങോട്ടാ യാത്ര? സാറേ, ഞാൻ അല്പം വൈകിപ്പോയി സാറേ. വൈകിയെന്നോ? എങ്ങോട്ട് പോകാൻ വൈകിയെന്ന്? സ്കൂളിലേക്ക് എത്താനായിട്ട് വൈകിപ്പോയി സാറേ. ഇന്ന് അവധിയല്ലേ? ഇന്ന് ശനിയാഴ്ചയല്ലേ പപ്പീസേ? എന്താ? അല്ല സാറേ, ഇന്ന് തിങ്കളാഴ്ചയാ. മോനെ, ഇന്ന് അവധിയാ. മോൻ വീട്ടിലേക്ക് ചെല്ലേ. അപ്പൊ നാളെയും അവധിയാണോ? നാളെ ഞായറാഴ്ചയല്ലേ? അതും അവധിയല്ലേ? ഒന്നും ഓർമ്മയിൽ കറക്റ്റ് നിൽക്കുന്നില്ലല്ലോ. എന്റെ പപ്പീസേ, സാരമില്ല. മോൻ എന്റെ കൂടെ വാ. ഞാൻ വീട്ടിലേക്ക് പോകും. അല്ല സാറേ, അപ്പൊ ഇന്ന് അവധിയായിരുന്നു. ശരി. ഓഹോ, അപ്പോ അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, നല്ല പോലെ പഠിച്ചിരുന്നൊരു കുട്ടിയാ.
മനസ്സിൻ്റെ ഒരു ചെറിയ ചാഞ്ചാട്ടം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഡോക്ടർ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അതായത് ദിവസവും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് മൂലം അതിൽ ചേർന്ന ഘടകങ്ങൾ ബുദ്ധിക്കുണ്ടാക്കിയ മാറ്റം, അതാണ് ഒന്ന്. മറ്റൊന്ന്, ദിവസവും ഈ ഫാസ്റ്റ് ഫുഡ് വാങ്ങുവാൻ പണം കണ്ടെത്തുവാനുള്ള വെപ്രാളം, അതാണ് രണ്ടാമത്തെ കാരണം. എല്ലാം കൂടി ഇവന്റെ മനസ്സിന്റെ താളം തെറ്റിച്ചു. പപ്പീസ് എന്താണ് പറയുന്നത്? ശരിയാ, ഞാൻ പല വിധത്തിലും പണം ഉണ്ടാക്കാൻ നോക്കി. അടുത്ത ദിവസം ഫാസ്റ്റ് ഫുഡ് വാങ്ങാൻ എങ്ങനെ പണം കണ്ടെത്തുമെന്ന് ചിന്തിച്ച് നേരം വെളുക്കോളം ഉറങ്ങാതെ കിടന്നിട്ടുണ്ട് ഞാൻ. മോനെ, ഒരു കാര്യം നിരവധി പ്രാവശ്യം ചിന്തയിൽ കൊണ്ടുവന്നാൽ അത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ ആശയക്കുഴപ്പത്തിലെത്തിക്കും. മനസ്സിലായോ? സാറേ, എൻ്റെ അമ്മ തരുന്ന ഭക്ഷണം അതാണ് നല്ലതെന്ന് ഞാൻ ചിന്തിച്ചില്ലൊരിക്കലും. അതിന് നന്മയുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ഫാസ്റ്റ് ഫുഡുകളിൽ ചേർക്കുന്ന കെമിക്കലുകൾ ബുദ്ധിയെ തന്നെ തകരാറിലാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഷുവർ. ദിവസവും ഇത്തരം ഭക്ഷണം കഴിക്കുന്നവർക്ക് പല അസുഖങ്ങളും പിടിപെടും. അങ്ങനെ ഒരുപാട് പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഓഹോ, നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ റെഡിമെയ്ഡ് ഭക്ഷണം നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. ശരി സാർ, ഇനി ഒരിക്കലും ഞാൻ റെഡിമെയ്ഡ് ഭക്ഷണം കഴിക്കത്തില്ല, ഉറപ്പാ. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ ഉപകാരം സാർ. പപ്പീസിന്റെ സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷം. നോ പ്രോബ്ലം. പപ്പീസിനിതേ ഒരു പ്രശ്നവുമില്ല. നാളെ ഉറങ്ങി എഴുന്നേൽക്കുന്നതോടെ എല്ലാം ശരിയാകും. ഡോക്ടറെ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. വലിയ ഉപകാരം. പപ്പീസ്, അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്നും ഉപേക്ഷിക്കുക. മാതാപിതാക്കളുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുക. ശരി. ജീവിതത്തിൽ നല്ലത് വരുത്താൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വരൻ എന്നും നമുക്ക് കൂട്ടായിട്ടുണ്ടാകും. വിനോദത്തിൽ നിന്നും ശാന്തിയിലേക്ക് നയിക്കാൻ സുവിശേഷത്തിന്റെ പൊൻപ്രഭയുമായി ഇതാ ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഓ ടിങ്കു, ഇന്ന് നീ വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാരണം? ഞാൻ നല്ല സന്തോഷം. എന്താ കാരണം? എന്താ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിന് ഇലക്ഷൻ. ഓ, അത് ശരി, തെരഞ്ഞെടുപ്പായിരുന്നു അല്ലേ? അതെ. എന്നിട്ട് ഇന്ന് എന്താ, ആരെയാ തെരഞ്ഞെടുത്തത്? എന്നെ തെരഞ്ഞെടുത്തു. നിന്നെയാണോ തെരഞ്ഞെടുത്തത്? ഞാനാണ് ക്ലാസ് ലീഡർ. ഓ, അത് ശരി, ടിങ്കു ആണ് ടിങ്കുവിൻ്റെ ക്ലാസ്സല്ലേ നല്ല ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നല്ലൊരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ടിങ്കുവിന് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. ഒരു നല്ല ലീഡർ ആവാൻ കഴിയുന്ന എങ്ങനെയാണെന്നോ അങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ബൈബിളിൽ അനേകം ലീഡേഴ്സിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, നല്ല നേതാക്കന്മാരെ. മോശ ഒരു നല്ല നേതാവായിരുന്നു. യോശുവ നല്ല നേതാവായിരുന്നു. അതുപോലെ ഒരു നല്ല നേതാവായി ജീവിച്ച വ്യക്തിയാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. നെഹമ്യാവ്. ഓക്കെ, ഈ നെഹമ്യാവ് ഒരു നല്ല ലീഡറായി തീരാൻ നെഹമ്യാവിൽ നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് അറിയാമോ? ആ ഗുണങ്ങൾ നമ്മിലും ഉണ്ടാകണം. ഇപ്പം ടിങ്കുവിന് പുതിയൊരു പോസ്റ്റൊക്കെ കിട്ടി നല്ല ലീഡറായി തീരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ നെഹമ്യാവിലുള്ള ചില ഗുണങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം. നെഹമ്യാവ് നല്ല പ്രാർത്ഥനാ വീരനായിരുന്നു. താൻ വലിയൊരു ദൗത്യം ഏറ്റെടുത്തു. ആ ദൗത്യം വിജയിക്കുവാനായിട്ട് താൻ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് വലിയ കഴിവുള്ളത് കൊണ്ടാണ് എന്നെ ഈ സ്ഥാനത്താക്കിയത്, എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട. നെഹമ്യാവ് അങ്ങനെ ചിന്തിച്ചില്ല. അവൻ ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ സമയം ചെലവഴിച്ചു. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ശക്തി തരണം, എനിക്ക് ബുദ്ധി തരണം, എനിക്ക് മുമ്പോട്ട് പോകുവാൻ നിൻ്റെ കൃപ വേണം. അങ്ങനെ നെഹമ്യാവ് തൻ്റെ ദൗത്യത്തിൽ പൂർത്തീകരിക്കുവാൻ തനിക്കിടയായി തീർന്നു. തീർച്ചയായിട്ടും ക്ലാസ്സിലെ ഓരോ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം.
ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഒക്കെ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടാമത് നെഹമ്യാവിൽ കണ്ട മറ്റൊരു ഗുണം ഭയങ്കര ധൈര്യശാലിയായിരുന്നു. ധൈര്യത്തോടുകൂടെ ഏത് പ്രതിസന്ധിയും നേരിടാൻ തനിക്ക് സാധിച്ചു. ഈ ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയെന്നറിയാമോ? മനുഷ്യരെല്ലാം ബലഹീനരാണ്, എന്നാൽ ധൈര്യം കൊടുക്കുന്നത് വലിയവനായിരിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥനയിലൂടെയാണ് തനിക്ക് ഈ ധൈര്യം ലഭിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു നേതാവാണെങ്കിൽ നല്ല ധൈര്യത്തോടെ നിൽക്കണം. ഈ ധൈര്യം ആരാ തരുന്നത്? ദൈവമാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് പാട്ടാ അറിയുന്നേ? കർത്താവിന്റെ കൂടെയുണ്ട്, ഞാൻ പേടിക്കില്ല. എന്തിനാ പേടി? എന്തിനാ പേടി? എന്തിനാ പേടി? എന്തിനാ പേടി? എന്തിനാ പേടി? കർത്താവുണ്ടല്ലോ. ഓ വെരി ഗുഡ്, നല്ല പാട്ടാ അല്ലേ? കർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, അപ്പം നാം ധൈര്യമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറണം. അപ്പം പ്രാർത്ഥിക്കുന്ന കുഞ്ഞായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. എന്താ ധൈര്യത്തിന്റെ കാരണം? കർത്താവ് കൂടെയുണ്ട്. നെഹമ്യാവിൽ കണ്ട മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തു. ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചു. ഒരുപാട് വാഗ്ദത്തങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വാഗ്ദത്തം എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത് എത്രയോ വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ആ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നാം ദിനംതോറും ധ്യാനിക്കണം. അപ്പോഴാണ് നമുക്ക് ധൈര്യമൊക്കെ ലഭിക്കുക. പിന്നെ മറ്റൊരു പ്രത്യേകത, താൻ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. തനിക്കിത് ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ള ദൃഢമായ വിശ്വാസം തന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് ലീഡർ ആകുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലേ? അപ്പം അതൊക്കെ ചെയ്യണ എന്ത് വേണം? ആത്മവിശ്വാസം നമ്മിലുണ്ടാകും. ഇതൊക്കെ കഴിയുന്നത് എന്തിലൂടെയാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. വളരെ ശരിയാണ് പ്രിയ കൂട്ടുകാരെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു നല്ല നേതാവായി ടിങ്കു വരണമെങ്കിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? പ്രാർത്ഥിക്കണം, ധൈര്യപൂർവ്വം നിൽക്കണം, പിന്നെ വിശ്വസിക്കണം. വെരി ഗുഡ്, വാഗ്ദത്തത്തിൽ വിശ്വസിക്കണം, പിന്നെ ആത്മവിശ്വാസം ഉള്ളവരായി തീരണം. അങ്ങനെയെങ്കിൽ നെഹമ്യാവിനെ പോലെ നമുക്കും നല്ല ലീഡറായിട്ട് തീരാൻ സാധിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഇഷ്ടായോ ഇന്നത്തെ കാഴ്ചകളും അനുഭവങ്ങളും? അഭിപ്രായങ്ങൾ അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇതോടെ ഇന്നത്തെ കളിച്ചിര ചിന്തകൾ കഴിഞ്ഞു. സന്തോഷത്തിന്റെ ഒരു വാരം ആശംസിച്ചുകൊണ്ട് വിടാം.